ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 22 ആണ് ഇനി നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ, 20000 രൂപ പിഴ. ആൻസർ 15000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ, 20000 രൂപ പിഴ. ആൻസർ 10000 രൂപ പിഴ. അടുത്ത ചോദ്യം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 5000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ, 20000 രൂപ പിഴ. ആൻസർ 10000 രൂപ പിഴ. അടുത്ത ചോദ്യം. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 3000 രൂപ പിഴ. ആൻസർ 5000 രൂപ പിഴ. അടുത്ത ചോദ്യം. രജിസ്ട്രേഷൻസ് ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ, 20000 രൂപ പിഴ. ആൻസർ 10000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ അതിന് കാരണമായതോ അല്ലെങ്കിൽ സാധുതയുള്ള പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ ആയ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ, 15000 രൂപ പിഴ. ആൻസർ 10000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. സേഫ്റ്റി ബെൽറ്റ് ധരിക്കാതെ മോട്ടോർ വാഹനം ഓടിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റീസ്ട്രെയിൻഡ് സംവിധാനമോ ഇല്ലാതെ 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായി വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം. പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമറ്റ് എന്നാണ് ധരിക്കാതെ പില്യൺ ഡ്രൈവറെ കയറ്റുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം.
പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. വാഹനമോടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം. വാഹനമോടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 1500 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 2000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ ആദ്യത്തെ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 3000 രൂപ പിഴ. ആൻസർ 2000 രൂപ പിഴ. അടുത്ത ചോദ്യം നോക്കാം. പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 5000 രൂപ പിഴ, 2000 രൂപ പിഴ, 3000 രൂപ പിഴ, 4000 രൂപ പിഴ. ആൻസർ 4000 രൂപ പിഴ. അടുത്ത ചോദ്യം. മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. 3 വർഷം വരെ നീളുന്ന തടവും 25000 രൂപ പിഴയും, 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും 5000 രൂപ പിഴയും, 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് 5000 രൂപ പിഴ. ആൻസർ 3 വർഷം വരെ നീളുന്ന തടവും 25000 രൂപ പിഴയും. അടുത്ത ചോദ്യം. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 201 ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം നിർത്തി ഇടുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 1000 രൂപ പിഴ, 5000 രൂപ പിഴ, 2000 രൂപ പിഴ. ആൻസർ 500 രൂപ പിഴ. അടുത്ത ചോദ്യം. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന കുറ്റം ചെയ്യുന്ന ആരെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻസ് നോക്കാം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കുക, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനമോടിക്കുന്നത് കണ്ടാൽ. ആൻസർ മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനമോടിക്കുന്നത് കണ്ടാൽ. അടുത്ത ചോദ്യം നോക്കാം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റി കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്ന, അമിതവേഗതയിൽ വാഹനം ഓടിക്കുന്ന, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ആൻസർ അമിതവേഗതയിൽ വാഹനം ഓടിക്കുന്ന. അടുത്ത ചോദ്യം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കുവാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതും ആണ്. ഓപ്ഷൻസ് നോക്കാം. മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്ന, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്,
സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ആൻസർ മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്ന. അങ്ങനെ ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞു. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഈ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.